പ്രിയൻ, ഈ ഷൈൻ ടോം ചാക്കോവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഇടനിലക്കാരിയായി നിന്ന ഒരു യുവതി, ഒരു മോഡലിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണാം? അതായത് ഇതിന് ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്താണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെ ലഹരി എത്തിച്ച ആൾ, ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയല്ലോ, ആ ഹോട്ടലിലേക്ക് ലഹരി എത്തിച്ച ആൾ, അയാൾക്ക് ഇതെവിടുന്നാണ് ലഭിച്ചത് എന്നുള്ള സോഴ്സുകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ശൃംഖലകളെ കണക്ട് ചെയ്താണ് എക്സൈസ് അന്വേഷണം നടത്തുക, എക്സൈസും പോലീസും. അതിൽ എക്സൈസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതാണ് പാലക്കാട് സ്വദേശിനിയും കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് യുവനടി. അതിലൊരു റിയാലിറ്റി ഷോയുടെ അവതാരകനുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെയും ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ പല ആൾക്കാരെയും, ഈ പറയുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പല ആൾക്കാരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം ഈ യുവതിയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 28-ന്, ഈ മാസം 28-ന് ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഹാജരാകണമെന്നാണ് കേസ് നോട്ടീസിൽ പറയുന്നത്. അതേ കാരണം മറ്റേ കേസ്, ഈ സുൽത്താനയുടെ കേസ്, തസ്ലീമ സുൽത്താനയുടെ കേസ് ആലപ്പുഴയാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നടന്മാരും യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. ഈ യുവതിയും തസ്ലീമയുമായും സാമ്പത്തിക ഇടപാടുണ്ട്. ഇതോടെയാണ് ഇവർ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചെന്ന നിഗമനത്തിൽ എക്സൈസ് എത്തിയത്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മോഡലിന് പുറമെ TV ചാനൽ റിയാലിറ്റി ഷോ താരം, സിനിമാ നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറക്കാരിലേക്കല്ല ഈ അന്വേഷണം എത്തുന്നതെന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് നമുക്ക് മൂന്നായിട്ട് ഇതിനെ തിരിക്കാം. ഒന്ന്, ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും, അവരാണ് ലഹരി ഉപയോഗിച്ചു എന്ന കേസുള്ളത്. ഇനി അവരിലേക്ക് ലഹരി എത്തിച്ച ആൾക്കാർ, അതിൽ യുവ മോഡലുണ്ട്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര് ആദ്യമേ കേട്ടിരുന്നു, ഹോട്ടൽ റൂമിലുണ്ടായിരുന്നത്, പിന്നെ സജീർ എന്ന് പറയുന്ന കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതാണ്. ഇനി മൂന്നാമത് ഈ യുവ മോഡല്, ഈ റിയാലിറ്റി ഷോ താരം, ഈ പ്രൊഡ്യൂസറിന്റെ സഹായി, ഒരു നിർമ്മാതാവിന്റെ സഹായി, അങ്ങനെ ഇത്രയും ആൾക്കാർ. ഇത് രണ്ടാം ഘട്ടം, ലഹരി എത്തിക്കുന്ന ആൾക്കാർ, ലഹരി ഇടപാടിലുള്ള ആൾക്കാർ. ഇനി മൂന്നാമത്, ഈ വാർത്തയിലൊന്നും പറയാത്ത, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഭാഗക്കാർ കൂടെയുണ്ട്, സംരക്ഷകർ. ഇവരെ ആരാണ് സിനിമയിൽ സംരക്ഷിച്ചു നിർത്തുന്നത്? ഇവർക്ക് ആരാണ് വേണ്ട സഹായം നൽകുന്നത്? ഇവരുടെ കുടുംബമൊക്കെ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. ഈ പറയുന്ന ദയനീയമായ അവസ്ഥയിൽ ഈ നടനെ സംരക്ഷിച്ചുകൊണ്ടാണ് മാതാപിതാക്കളൊക്കെ രംഗത്ത് വന്നത്. അവരെല്ലാം പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ, ആളിനെ അതിൽ നിന്ന് മോചിപ്പിച്ചെന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇയാളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അയാൾ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കേസ് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഒക്കെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറമെ സംരക്ഷിക്കുന്ന ചില ആൾക്കാർ കൂടിയുണ്ട്. അത് ഈ മട്ടാഞ്ചേരി മാഫിയയാണ്. മട്ടാഞ്ചേരിയിലെ ചില സംവിധായകൻ, ഹാഷിഷ് സംവിധായകൻ, ഈ പറയുന്ന അയാളുടെ ഭാര്യ, അവരെ സംരക്ഷിക്കുന്ന ഉന്നതനായ മറ്റൊരു നടൻ, അവർക്കൊപ്പമുള്ള ചെറു നടന്മാര്, ഇവരുടെ ഗ്യാങ് കൂടി നിർമ്മിക്കുന്ന ചില സിനിമകളിലെ നിർമ്മാതാക്കള്, ഇങ്ങനെ വലിയൊരു ശൃംഖല ഇതിനകത്തുണ്ട്. അതായത് രാഷ്ട്രീയമായും ഗുണ്ടാപരമായും നിയമപരമായും ഒക്കെ ഇവരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത്. അവർ സ്ഥിരമായി നിലനിൽക്കുകയും ഈ പറയുന്ന ലഹരി ഒഴുക്കിന് എല്ലാ സഹായം ചെയ്യുകയും, ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരൊരിക്കലും വാർത്തകളിലോ ചർച്ചകളിലോ ഇടം പിടിക്കില്ല. അതിന് കാരണം ഇവർക്കുള്ള ഒരു വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഒരു എന്ത് പറയണ, അവിശുദ്ധ ബന്ധം നമുക്ക് അതിനെ വിളിക്കാം. ഉന്നതങ്ങളിലുള്ള അവിശുദ്ധ ബന്ധം. അതായത് പണമായിട്ട് അവർക്ക് വലിയ ശേഷിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. ഈ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് രാഷ്ട്രീയ മേഖലയുടെ ഉന്നത രംഗങ്ങളിൽ പോലും ഇവർക്ക് സ്വാധീനമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സംഭാവന നൽകാൻ ശേഷിയുണ്ട് ഓരോ സിനിമയുടെയും പേരിൽ. പിന്നെ രാഷ്ട്രീയമായി ഇവരെടുക്കുന്ന നിലപാടുകൾ ഇന്ന് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാം ഒപ്പം നിർത്തുന്നതാണ്. അതിൽ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ചില മക്കൾ ലഹരി കേസുകളിലൊക്കെ, ഡ്രഗ്സ് കേസിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ അറസ്റ്റിലായിട്ടുണ്ട്. അവരുടെയൊക്കെ പിന്തുണ, ഇതുപോലെ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്, ഒരു ചെയിനാണ്. അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകാം, അതിനകത്ത് ഡോക്ടർമാരും വക്കീലന്മാരും ഉണ്ടാകാം, അതിനകത്ത് മാധ്യമപ്രവർത്തകരുണ്ടാകാം. ഇവരെ പിന്തുണച്ച് നിൽക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
മട്ടാഞ്ചേരി മാഫിയയുടെ സർവനാശം അടയാതെ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തിന് ഒരതിരും വരില്ല എന്നുള്ളത് 100 തരമാണ്. സർക്കാർ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ കൊടുക്കുന്നുണ്ട്. പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ അതിനെയൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദിക്കുകയും അത്തരത്തിൽ സർക്കാരിൻ്റെ പ്രീതി പിടിച്ചു പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ അടക്കം പരസ്യമായി പ്രശംസിക്കുക, സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ ഇടുക, അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തികൾ, ഈ ദമ്പതികളുടെയൊക്കെ പ്രവർത്തികൾ എല്ലാവരും സർക്കാരിനോടൊപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്കും ഒപ്പം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ ഇവർക്ക് നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസൊക്കെ തേഞ്ഞു മാഞ്ഞങ്ങ് പോവുകയുള്ളൂ. കാരണം അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോൾ വിൻസിയുടെ പരാതിയൊക്കെ അലിഞ്ഞുപോയി. സ്വാഭാവികമായി ഇനിയിപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൽ ഇത് ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടെത്തി അയാളെ വെറുതെ വിടുന്നു. വീണ്ടും അയാൾക്ക് സുലഭമായി ലഹരി ലഭിക്കുന്നു. അടുത്ത സിനിമാ സെറ്റുകളിലും അയാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കുന്നു. പക്ഷേ വിൻസിയെ പോലുള്ളവർക്ക് അവസരം കിട്ടാതെ വരുന്നത് കണ്ട പുതിയ നടിമാരും അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രവർത്തകരും സ്ത്രീകളും അടങ്ങുന്നവർ പിന്നീട് ഇയാളുടെ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ കാണുമ്പോൾ മാലാ പാർവതി പറഞ്ഞതുപോലെ പോട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിട്ട് മുന്നോട്ട് പോകും. ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക. അത് നമുക്ക് ഇതൊക്കെ ശരിയാണ്, ഈ കേസൊക്കെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞൊക്കെ പോകുമായിരിക്കും. പക്ഷേ പിന്നെ നമ്മളൊന്ന് ഒരു കാര്യം പൂർണ്ണമായിട്ട് ആലോചിച്ചു നോക്കണം. ഈ കാശ്മീർ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മൾ ഈ ലഹരിയെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് അയാളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമോ അയാളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യം മാത്രമല്ല. അതായത് ഈ ലഹരി എവിടെ നിന്ന് വരുന്നു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ലഹരി ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഇവർ വിതരണം ചെയ്യുന്ന ആരാണ്? ഈ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷ്യം പണവും രണ്ടാമത്തെ ലക്ഷ്യം രാജ്യത്തിൻ്റെ നാശവുമാണ്. മൂന്നാമത്തെ കാര്യം തീവ്രവാദത്തിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കലാണ്. നമുക്കറിയാം, കേരളത്തിൽ കഞ്ചാവ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രയിലും ഒറീസയിൽ നിന്നുമാണ്. ഒരുപാട് പത്രമാധ്യമങ്ങളും TV ചാനലുകളും ഒക്കെ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്ന് വെളിയിൽ വന്നതാണ് ഈ മാവോയിസ്റ്റുകളുടെ മേഖലയിലാണ് കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് അവിടുന്ന് വിഷമൊക്കെ ചേർത്ത് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ പണം അവിടെയാണ് പോകുന്നത്. അത് വെച്ചാണ് അവർ ആയുധം വാങ്ങിക്കുന്നത്. അത് വെച്ചാണ് നമ്മുടെ നാട്ടിൽ നിന്ന് CRPFിലേക്കും ITBPയിലേക്കും BSFിലേക്കും ഒക്കെ ജോലിക്ക് പോകുന്ന ജവാന്മാരെ വെടിവെച്ച് കൊല്ലുന്നത്. നമ്മൾ വാങ്ങുന്ന കഞ്ചാവ്, നമ്മുടെ നാട്ടിലുള്ളവരോ നമ്മുടെ ചുറ്റുപാടുള്ളവരോ വാങ്ങുന്ന കഞ്ചാവിൻ്റെ പണം കൊണ്ട് തീവ്രവാദികൾ വാങ്ങുന്ന തോക്ക് ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, നമ്മുടെ നാട്ടിലെ സൈനികരെ ഇല്ലാതാക്കുന്നത്. അതേപോലെയാണ് ഈ മയക്കുമരുന്നിലും. ഇവർ ഈ പറയുന്ന ദുർരാഷ്ട്രീയ ഉപയോഗിച്ചുകൊണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഫലം ലഭിക്കുന്നത് ഇന്ത്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ, ടെററിസ്റ്റുകളുടെ കയ്യിലാണ്. അവർക്ക് ഡയറക്റ്റ് പണം കൊടുക്കുന്നവരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഈ പറയുന്ന സിനിമാ മേഖലയിൽ ലഹരി വിതരണത്തിന് ഇടമൊരുക്കുന്നത് തന്നെ ഈ രീതിയിലുള്ള പണസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ദുർരാഷ്ട്രീയവും കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ്. ആ ദുർരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിധ്വംസക രാഷ്ട്രീയത്തെ അവർ പിന്തുണയ്ക്കും. മൗദൂദികളോ കമ്മ്യൂണിസ്റ്റുകളോ ഇനി എന്തോ സാധനമായിക്കോട്ടെ അവർ പിന്തുണയ്ക്കും. ഈ ദേശത്തിനെതിരായിരുന്നാൽ മാത്രം മതി, അതാണ് അവരുടെ ആവശ്യം. എന്നിട്ട് അവർ ഇതിന് കുറേ മേമ്പൊടി ചേർക്കും. സ്വാതന്ത്ര്യം, മാനവികത, ഏറ്റവും വലിയ മാനവിക വിരുദ്ധരാണ് അവർ. എന്നിട്ട് ഈ പണം ഇവർ ഈ പറയുന്ന ലഹരി സുലഭമായി മലയാള സിനിമയിൽ ഒഴുക്കിക്കൊണ്ട് ഇവർ ഈ പണം സമാഹരിച്ച് ടെററിസ്റ്റുകൾക്കായിട്ട് നൽകും. അതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ സർവനാശത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഇടപാട് കേസ് ഇങ്ങനെ പോയാൽ പോരാ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. എന്തുകൊണ്ട് സംസ്ഥാനത്ത് ഇത്രയധികം ലഹരി ഒഴുകുന്നു, മലയാള സിനിമയ്ക്കകത്ത് ഇത്രയേറെ ലഹരി വ്യാപിക്കുന്നു, ഇതിനെപ്പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. CBI അല്ലെങ്കിൽ NIA അടക്കമുള്ള കാരണം ഞാൻ NIAയുടെ പേര് പറയുന്നത് വെറുതെ അല്ല. തീവ്രവാദ ബന്ധം ഇതിനകത്തുണ്ടോ എന്നുള്ളത് ഈ ലഹരി വിതരണത്തിൽ, ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ വിതരണത്തിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഈ CBI അടക്കമുള്ള ഏജൻസികൾ കേരളത്തിലെത്തി മലയാള സിനിമയിൽ ഇന്നുള്ള ഈ ലഹരി വ്യാപനം, വിതരണം, അതിൻ്റെ പണസമാഹരണത്തെ പറ്റി ഗൗരവമായി തന്നെ അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്.